സഞ്ചാരികളുടെ പറുദീസയായ ഫോർട്ട് കൊച്ചി ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കൃത്യമായ പരിപാലനമില്ലായ്മയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിന് വെല്ലുവിളിയാകുകയാണ്. വിഷയത്തിൽ കൊച്ചി നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. കോവിഡും പ്രളയവും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്നും ടൂറിസം മേഖല കരകയറുന്നതിനിടെയാണ് ഫോർട്ട് കൊച്ചിയിൽ സാഹചര്യങ്ങൾ വീണ്ടും വഷളാകുന്നത്. തുടരെയുണ്ടാകുന്ന ഡെങ്കിപ്പനിയും തെരുവുനായ ശല്യവും ഇഴജന്തുക്കളുടെ ഭീഷണിയുമെല്ലാം ഫോർട്ട് കൊച്ചിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളെ അകറ്റി നിർത്തുന്നു. ഫോർട്ട് കൊച്ചിയിലെത്തിയ അയർലൻഡ് സ്വദേശി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതും മറ്റൊരു വിദേശി കാനയിൽ വീണ് കാലൊടിഞ്ഞതും രാജ്യാന്തര തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇനിയും ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ടൂറിസം മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നവർ വീണ്ടും പട്ടിണിയിലാകുമെന്ന ഭീതിയിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിലെ മാലിന്യവും ദിനം പ്രതി കുന്നുകൂടി വരികയാണ്. കാടുമൂടിയ കടപ്പുറത്തുകൂടി നടക്കുന്നവർ ഇഴജന്തുക്കളെയും ഭയക്കണം. പ്രദേശത്തെ വഴിവിളക്കുകളും പ്രവർത്തനരഹിതമാണ്. ബ്രഹ്മപുരത്തെ ഔട്ട്ബ്രേക്കിന് ശേഷം നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് പൂർണ്ണ പരാജയമാണ് കൊച്ചി നഗരസഭ. നമുക്കറിയാം, റോഡുകളിലൊക്കെ പ്ലാസ്റ്റിക്കുകളും ആളുകൾ വലിച്ചെറിയുന്നൊരു സ്ഥിതി, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, അതേപോലെ തന്നെ CSML വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരുപാട് കൗൺസിലിൽ ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ച് ബാക്കിയുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കാണകൾ തുറന്നു കിടക്കുന്നത്, ഇതൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരും യാതൊരു മീറ്റിംഗും വിളിച്ചിട്ടില്ല. ആരും നോക്കാനും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. മിക്ക സ്ഥലത്തു നിന്ന് തന്നെ ലൈറ്റുകൾ കത്തുന്ന ലൈറ്റ് ഊരിക്കൊണ്ട് പോയിട്ട് പുതിയ ലൈറ്റ് ഇട്ടതിന് ശേഷം ആ ലൈറ്റ് 1-2 ദിവസം മാത്രം കത്തിയതിന് ശേഷം പിന്നെ അത് കെട്ടുപോകുന്നൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ടൂറിസം മേഖലയിൽ പല മേഖലയിലായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും കോടികൾ ടൂറിസം മേഖലയ്ക്ക് നീക്കിവെച്ചിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ പലതും പാതി വഴിയിലാണ്. ഫോർട്ട് കൊച്ചിയുടെ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായും വിസ്മൃതിയിലാകും മുൻപ് കൊച്ചി നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.